യോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോളേജിലെ നേച്ചർ ക്ലബിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ ഇന്ന് 3 ഡേ ക്യാമ്പിനായിട്ട് തെന്മലയിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ പതുക്കെ രാവിലെ തന്നെ നടന്ന് കോളേജിലെത്തി. നമുക്ക് പോകേണ്ടത് തന്നെ നമുക്ക് എല്ലാവർക്കും കളർ ഡ്രസ് ആയിരുന്നു, ബാക്കി എല്ലാവർക്കും സാധാ യൂണിഫോം ആയിരുന്നു. അങ്ങനെ വന്ന് നമ്മളോട് ഇരിക്കാൻ പറഞ്ഞ ക്ലാസ്സിലേക്ക് നമ്മളെല്ലാവരും വന്നിരുന്നു. അപ്പോഴേക്ക് നമ്മുടെ അശ്വി സാർ വന്ന് പറഞ്ഞ് ഇറങ്ങാൻ സമയമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി നേരെ കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെ സഹയാദ്രി നേച്ചർ ക്ലബിന്റെ ബാനറൊക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ നേരെ ബസ്സിന്റെ അങ്ങോട്ടേക്ക് വിട്ട്. നമ്മുടെ നേച്ചർ ക്ലബിന്റെ ടോട്ടൽ 37 പേരെ പോകുന്നുള്ളൂ, എല്ലാം തേർഡ് ഇയേഴ്സ് ആണ്. പിന്നെ എല്ലാ ബാച്ചിൽ നിന്ന് ഇച്ചിരി ആൾക്കാർ വെച്ചാണ് പോകുന്നത്. ഇനി നമ്മൾ പോകുന്നവരെല്ലാം നമ്മുടെ നേച്ചർ ക്ലബിന്റെ മെമ്പേഴ്സ് കൂടാണ്. പിന്നെ അങ്ങനെ നമ്മൾ എളുപ്പം കോളേജിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇതൊരു ക്യാമ്പായിട്ട് തന്നെ നമ്മൾ കോളേജ് ബസ്സിനായിരുന്നു പോകുന്നത്. പിന്നെ അതിന്റെ ഒരു സ്പേസിന്റെ കൂടുതൽ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങൾ കാണാൻ പറ്റും എന്റെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേർക്ക് സ്പീക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ രീതി തന്നെ വൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും നമ്മുടെ രീതി തന്നെ സീറ്റിലൊക്കെ ഇരുന്ന് അടിച്ച് വിളിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എനിക്ക് ചില ബാച്ചിലെ ആൾക്കാരൊന്നും അറിയത്ത് പോലും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് പെട്ടെന്ന് കട്ട വൈബായി. പിന്നെ അത് കഴിഞ്ഞാൽ പതുക്കെ വെളിയിലോട്ട് നോക്കിയപ്പോഴാണ് കണ്ടുപരിച്ചുള്ളൊരു സ്ഥലം. നോക്കിയപ്പോൾ എന്താ എന്റെ സ്ഥലം തന്നെ കോഴഞ്ചേരി. ഇവിടുന്ന് ഇറങ്ങിയായിരുന്നു എനിക്ക് വീട്ടിൽ പോയായിരുന്നു. എന്തായാലും അതൊക്കെ പോട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞുള്ള ട്രാവലിംഗ് കഴിഞ്ഞ് നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറക്കി വിട്ട്. അതും നമ്മുടെ പുനലൂര്. നമ്മളെ വിട്ടിട്ട് ബസ് അങ്ങ് പോയി. പിന്നെ അങ്ങനെ നമ്മൾ പുനലൂരുള്ള ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മൾ അവിടുത്തെ ഫേമസ് ബ്രിഡ്ജേ കൂടെ കയറി. അവിടുന്ന് അങ്ങോട്ട് കൂടി ഞങ്ങൾ എല്ലാവരും കുറെ നേരം തേരാപ്പാര നടന്ന് അങ്ങനെ അവസാനം നമ്മുടെ ഫുഡ് സ്പോട്ട് കിട്ടി. കൈമാസം എന്നായിരുന്നു നമ്മുടെ റെസ്റ്റോറന്റിന്റെ പേര്. അങ്ങനെ നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഓരോരോ ബിരിയാണി വെച്ച് ഓർഡർ ചെയ്തു. എന്തായാലും ഇനി അങ്ങോട്ട് 3 ദിവസം നേച്ചർ ക്യാമ്പിന്റെ അവിടെ ഫുള്ള് വെജാണ്. അപ്പൊ എല്ലാവരും ആവശ്യമുള്ള അത്രയും കഴിച്ചോളാൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് പെതുക്കെ ഫുഡും കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ നമ്മൾ പിന്നെയും തേരാപ്പാര നടന്ന് നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ ഇവിടെ വന്നു. ഇവിടെ ഞങ്ങൾ എല്ലാവരും പെതുക്കെ അങ്ങോട്ട് നടന്നപ്പോഴാണ് വലിയൊരു പണി കിട്ടിയത്. പെതുക്കെ സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മളെല്ലാവരും പെതുക്കെ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കാണ് വേണ്ട ഒരു അറിയിപ്പില്ലാതെ ഒരു മഴ. അവിടെ ഫുൾ ഓപ്പൺ ആയിരുന്നു. പിന്നെ ബ്രിഡ്ജിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും അവിടെ വന്ന് കൂടി നിന്ന് ഓരോരോ മിനിറ്റ് കഴിയുന്നവരും മഴയുടെ ശക്തിയും വേഗതയും കൂടുമായിരുന്നു. അതായത് നമ്മുടെ ദേഹത്തോട്ട് ഫുൾ എരിച്ചിലടിക്കുന്നു. പിന്നെ ഡ്രസ്സ് നനഞ്ഞാൽ പിന്നെ ബസ്സിലോട്ട് കയറാനും പറ്റത്തില്ല. നമ്മളവിടെ ചെറുതായിട്ടൊക്കെ എന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മഴയൊക്കെ ചെറുതായിട്ടൊക്കെ തോന്നുന്നു. നമ്മളെല്ലാവരും പെതുക്കെ വന്ന് നടന്ന് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തി. അതായത് നമ്മുടെ ബസ് കൊണ്ട് വിട്ട സ്ഥലം. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ അശ്വിൻ സാറും മിൻസി മാം ഒക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്റ്റാഫ് ഇൻചാർജ്. പിന്നെ നമ്മുടെ മെക്കിലെ പിള്ളേർ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇവന്മാരൊക്കെ ഇവിടെ അടുത്തങ്ങാണ്ടാണ് ഫുഡ് കഴിക്കാൻ പോയെന്നാണ് പറഞ്ഞത്. പിന്നെ ഏകദേശം ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വന്നു. അത് നമ്മളെല്ലാവരും നേരെ നമ്മുടെ തെന്മല ക്യാമ്പിലേക്ക് വിട്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറെ കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ട്രിപ്പിൽ ഞങ്ങൾ ഇത്രയും ഉൾക്കാട്ടിലേക്ക് പോകുന്നു. കാണാൻ വേണ്ടി അരുവിയും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അടുത്ത പണി അപ്പോഴാണ് കിട്ടിയത്. നമ്മുടെ ഫോണിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഫോണിൽ റേഞ്ച് ഇല്ല, ഒന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ സാറ് പറഞ്ഞത് ഇനി പോകുന്ന സ്ഥലത്തേക്ക് ഒട്ടും റേഞ്ച് ഇല്ലായിരിക്കും, 3 ദിവസത്തേക്ക് നെറ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് സാറ് പറഞ്ഞു. എങ്ങനെ ഇരിക്കണം. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ക്യാമ്പിലെത്തി. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും പെതുക്കെ ബസ്സേ ഇറങ്ങി. പിന്നെ ഞങ്ങളെല്ലാവരും റൂമിൽ കയറുന്നതിന് സാറ് പറഞ്ഞു ഞങ്ങളെല്ലാവരും വന്ന് ചുറ്റിനെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ വന്ന് റൗണ്ടിൽ നിന്ന് അങ്ങനെ സാറ് നമ്മളോട് കുറെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും നമ്മുടെ റൂമിലേക്ക് കയറാൻ വേണ്ടി റെഡിയായി. നമുക്ക് ഡോർമെട്രി ആയിരുന്നു. ഗേൾസിന്റെ സെക്കൻഡ് ഫ്ലോറിലും നമ്മുടെ ബോയ്സിന്റെ ഡൗൺ ഫ്ലോറിലായിരുന്നു. പിന്നെ സാറ് ഇങ്ങോട്ട് വരുന്നതിന് തന്നെ പറഞ്ഞായിരുന്നു ഇതൊരു നേച്ചർ ക്യാമ്പാണ്, റൂമിനെ പറ്റി വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് ഞങ്ങൾക്ക് വലിയ സീനില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളെല്ലാവരും വേറൊരു കാര്യം കണ്ട് അത്ഭുതപ്പെട്ടത് സംഭവം കണ്ടത്. എന്റെ പൊന്നെ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഫുള്ള് കുരങ്ങ്. പിന്നെ കുരങ്ങിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൈഡിലോട്ട് നോക്കിയപ്പോഴാണ് അവിടെ ഒരു കൂട്ടം കണ്ടത്. ഇവിടെയും അതിലെ മണ്ടയ്ക്കോ ഇതിന്റെ സൈഡിലൊക്കെ നിന്നാല് ഒരു കട്ട റേഞ്ച് കിട്ടുമെന്ന് ആരോ പറഞ്ഞു. കേട്ടതുപോലെ എല്ലാവരും മതിലിന് ചുറ്റും കിടന്ന് കറങ്ങാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കട്ട റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീട്ടിലും വിളിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് കറങ്ങാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും വീട്ടിൽ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സാർ അവിടെ നിന്ന് വിളിച്ച്. അതായത് 4 മണിയായിരുന്നു. അതായത് നമ്മുടെ കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയാണ് സാറ് വിളിച്ചത്. നമുക്ക് കുടിക്കാൻ വേണ്ടി ഒരു കാപ്പിയും 2 ഗുഡ് ഡേ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ് അവിടെ തുടങ്ങി. ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ക്ലാസ് അല്ല. അതായത് നമ്മുടെ ഫോറസ്റ്റിനെ പറ്റിയുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ പറയുകയും പിന്നെ നമ്മളെ തന്നെ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നെ നമ്മൾ എന്തിനാണ് ഈ ട്രിപ്പിന് വന്നതെന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ പോലത്തെ ഒരു ക്ലാസ്. പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ നടക്കാൻ വേണ്ടി ഇറങ്ങി. സത്യം പറഞ്ഞാൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ബൗണ്ടറി ഉണ്ട്. അത് കഴിഞ്ഞ് എവിടെയും പോകാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ ഉൾക്കാട്ടിലാണുള്ളത്. ആ ബൗണ്ടറിക്ക് അപ്പുറം ആനയും വന്യജീവികളൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ഈ വരുന്ന വഴിക്ക് എല്ലാ മതത്തിലെ ആൾക്കാർക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വേണമെങ്കിൽ പൈസ ഇടുകയും ചെയ്യാം. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി രാത്രിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ വക ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകിട്ടത്തെ ഫുഡ് അടിച്ച് നമുക്ക് വൈകിട്ടാണെങ്കിൽ നല്ല അടിപൊളി കഞ്ഞിയും പയറുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിച്ചിട്ട് വന്നപ്പോഴാണ് പിന്നെയും ഞങ്ങൾ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് സാറ് വിളിച്ചത്. അങ്ങനെ ഫുഡും കഴിച്ച് കഴിഞ്ഞ് സാറിന്റെ അടുത്തേക്ക് നിന്നപ്പോഴാണ് സാറ് പറഞ്ഞത് നമ്മളെല്ലാവരും ടീമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകാന്ന്. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യുന്നു. വേണ്ട ആ സെന്ററിൽ കണ്ട സെന്ററിൽ കുറെ ആനിമൽസിന്റെ പേര് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമ്മളൊരു പേപ്പർ പോയി എടുത്തിട്ട് അന്നത്തെ ആനിമലിന്റെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ ടീമേറ്റിനെ പോയി കണ്ടുപിടിക്കണം. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അങ്ങനെ അവിടെ ഒരു യുദ്ധക്കളം തന്നെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ടീമേറ്റിനെ പോയി കണ്ടുപിടിച്ച്. എനിക്ക് കിട്ടിയത് കോഴിയായിരുന്നു. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഞാൻ പോയി നമ്മുടെ ബാക്കി കോഴി ടീമേറ്റ്സിനെയും കൂടെ കണ്ടുപിടിച്ചു. അങ്ങനെ ഈ ടീം വെച്ച് സാർ എന്താ ചെയ്യേണ്ടതെന്ന് കുറെ ടാസ്ക് പറഞ്ഞു. നാളെ ചെയ്യുന്ന 2-3 ടാസ്ക് ഉണ്ട്, അത് നാളെ പറയാം. അപ്പൊ എന്തായാലും ഇപ്പം ചെയ്യുന്ന 2-3 ടാസ്ക് ഉണ്ട്. അപ്പൊ ഇപ്പത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാട്ട് കമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ടീമിലെ ആൾക്കാർ അവരവരുടെ പരിപാടി തുടങ്ങി. ഞാൻ നോക്കിയിട്ട് എല്ലാവരും ഭയങ്കര കമ്പോസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ സാർ ഓരോരോ ഗ്രൂപ്പായിട്ട് നമ്മളെല്ലാവരും പാട്ട് പാടാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ നമ്മുടെ പാട്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ടീമിന്റെ പേരൂടെ പറഞ്ഞിട്ട് വേണം പാട്ട് പാടാൻ. അങ്ങനെ ഓരോരോ ടീമായിട്ട് വന്ന് പാട്ട് പാടി.
സത്യം പറഞ്ഞാൽ അന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും കുറെ എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അൺഫോർഗറ്റബിൾ മെമ്മറീസ് തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പാട്ട് പാടാൻ വേണ്ടി തുടങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കിടക്കാൻ വേണ്ടി സമയമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് നേരെ അത് കിടന്നു. അങ്ങനെ നമ്മുടെ ക്യാമ്പിന്റെ ഡേ 1 കഴിഞ്ഞു. ഇന്നലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് സാറ് നമ്മളോട് പറഞ്ഞിരുന്നു രാവിലെ 5:30 ആകുമ്പോൾ എണ്ണീക്കണമെന്ന്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണ്ണീറ്റ്. അത് പറഞ്ഞാൽ എല്ലാവരും ഈ സമയത്തൊക്കെ എണ്ണീക്കുന്നേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി നേരത്തെ എണ്ണീറ്റേ ഉള്ളൂ. അങ്ങനെ രാവിലെ തന്നെ നമുക്ക് നല്ല ചൂട് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു. ഇവിടെ കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടി എല്ലാവരും ഒക്കെ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ കാപ്പി എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി. നല്ല തണുപ്പത് നല്ല ചൂട് കട്ടൻ കാപ്പി, എന്താ സുഖം. പിന്നെ ഒരു സൈഡിൽ ഒരു ഓടാത്തൊരു ജീപ്പ് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ ആ ജീപ്പിന്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നും കിടന്നു ഒക്കെ നമ്മൾ നമ്മുടെ കാപ്പി കുടിച്ച് തീർത്ത്. അപ്പോഴാണ് നമ്മുടെ സാറ് വിളിച്ചത്. നമ്മളോട് സാറ് രാവിലെ എണീക്കാൻ പറഞ്ഞത് നല്ല അടിപൊളി യോഗ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ മണ്ണിൽ ചെരുപ്പിടാതിരുന്ന് യോഗ ചെയ്ത് സത്യം പറഞ്ഞ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എണീറ്റപ്പം കാല് പോലും അനക്കാൻ വയ്യായിരുന്നു. അങ്ങനെ നമ്മുടെ യോഗ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത പരിപാടിയെ ബേർഡ് വാച്ചിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി അടുത്ത സാറ് വിളിച്ച്. എന്തായാലും ബേർഡ് വാച്ചിങ്ങിന് പോകുന്നതിന് മുന്നേ നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. അതായത് സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോട് ഒരുമിച്ച് നടന്ന ഒരു സ്ഥലത്തെത്തി. സത്യം പറഞ്ഞാൽ ഇവിടെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. പ്രത്യേക ടൈപ്പിൽ പറക്കുന്ന കിളികൾ വരെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കരിങ്കുരങ്ങ്, മയില്, അങ്ങനെ കുറെ സംഭവങ്ങളെ കണ്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പെതുക്കെ നടന്നൊരു കാടിന്റെ സൈഡിലേക്ക് കയറി. ഇവിടെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സും അങ്ങനെ കുറെ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് നമ്മുടെ ക്യാമ്പിലേക്ക് നടന്നു. പിന്നെ ക്യാമ്പ് ചെയ്യുന്നപ്പോഴാണ് അറിഞ്ഞത് അലൻ ജാൻസന്റെ ബർത്ത്ഡേ ആണ്. പിന്നെ അവന്റെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ട്. നമുക്ക് രാവിലത്തെ ഫുഡ് ഇഡലിയും സാമ്പാറും ചായയും ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു എല്ലാവരും ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും സെറ്റ് ആയിട്ട് റെഡി ആയിട്ട് വെളി വന്നു. അതിൽ നമ്മൾ കാട്ടിലേക്കായിരുന്നു ട്രെക്കിങ്ങിന് പോകുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പെതുക്കെ നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ടായി. എന്നാലും പോകുന്ന വഴി നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒക്കെ നമ്മുടെ എല്ലാ മരത്തിനെ പറ്റിയും പഠിപ്പിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. അതായത് എന്തൊക്കെ മരം എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമുക്ക് അറിയാവുന്ന കുറെ മരങ്ങളും ഉണ്ടായിരുന്നു. അത് അങ്ങനത്തെ വെറൈറ്റി രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഞാൻ അവിടുന്ന് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും നേരെ ഉൾക്കാടിലേക്ക് കുറെ നടന്ന്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഫുൾ വൈബായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഒരു ട്രെക്കിംഗ് ആദ്യമായിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതെനിക്കൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ കുറെ നടന്ന് ഇങ്ങനെ ഉൾക്കാട്ടിലേക്ക് വന്ന് പോകുന്ന വഴി തന്നെ നമ്മൾ ഓരോ മരത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടായിരുന്നു നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഇച്ചിരി നടന്നുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുറെ ക്ഷീണിച്ച്. അപ്പോഴത്തേക്ക് കാടിന്റെ നടുക്കിലേക്ക് ഒരു കല്ല് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ മണ്ടയ്ക്ക് നമ്മളെല്ലാവരും കയറിയിരുന്നു. അതിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് നമ്മളെല്ലാവരും ഒരു ഫോട്ടോ എടുത്തു. നമ്മളിങ്ങനെ പോകുന്ന വഴി കുറെ മരങ്ങളൊക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ മണ്ടയിൽ കൂടെ ചാടിയാണ് പോയത്. ഇങ്ങനെ ഇച്ചിരി നമ്മൾ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോറസ്റ്റിന്റെ സെന്റർ പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തി. ഇവിടെ ഇങ്ങനെ ചെറിയ തോട് പോലത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു ഞണ്ടിന്റെ കുഞ്ഞിനെയൊക്കെ എടുത്ത് കളിപ്പിച്ച്. പിന്നെ നമ്മളങ്ങനെ സെന്റർ പോലത്തെ ഒരു സ്ഥലത്ത് വന്നില്ലേ, അവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലൊക്കെ ബിസി ആയിരുന്നു. അങ്ങനെ നമ്മളും ചുമ്മാ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ നമ്മളങ്ങനെ മരത്തിന്റെ മൂലക്കോട് നോക്കിയപ്പോഴാണ് ഒരു പാമ്പിനെ കണ്ടത്. ഏത് പാമ്പാന്ന് ഞാൻ മറന്നുപോയി. പിന്നെ അവിടെ ഇച്ചിരി നേരം കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും തിരിച്ച് നമ്മുടെ ക്യാമ്പിൽ വന്നു. പിന്നെ നമ്മൾ ഇച്ചിരി നേരത്തെ വന്നു. ബാക്കി എല്ലാവരും പുറകെ നടന്നു വരുന്നേ ഉള്ളായിരുന്നു. നമ്മൾ ഇച്ചിരി വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡായിട്ടെന്ന് പറയാൻ വേണ്ടി സാധാ ഒരു ഊണായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ടൈം ആയിരുന്നു. ചിലവർ ആ സമയമായപ്പോഴത്തേക്ക് ഉറങ്ങാൻ പോയി. പിന്നെ നമ്മൾ ചിലവരൊക്കെ ആണെങ്കിലും വെളി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ 5 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ കാപ്പിയും ബിസ്ക്കറ്റും എടുത്തിട്ട് നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് കയറി. അപ്പോഴാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില ആൾക്കാർ വന്നത്. ക്ലാസ് തുടങ്ങാറായപ്പോഴാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ ധനുഷും അശ്വാനും അദ്വൈതൊക്കെ കയറി വന്നു. ഇവന്മാരെല്ലാം എന്തോ ആവശ്യത്തിന് വേണ്ടി ഇവിടെ അടുത്ത് വന്നപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതാണ്. കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്മാർ എളുപ്പം പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ്സിൽ നമ്മുടെ ഫുഡ് ചെയിനെ പറ്റിയും പിന്നെ ഓരോരോ ആനിമൽസ് ഒക്കെ മിസ്സായാലും എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞു തന്നത്. ഇതുപോലെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു 10 മിനിറ്റ് ബ്രേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പാമ്പുകളെ പറ്റി ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് എളുപ്പം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് റെഡിയായി. നമുക്ക് ഇന്ന് കഴിക്കാൻ കഞ്ഞിയും പയറുമായിരുന്നു. സത്യം പറയാൻ കഞ്ഞിയും പയറാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് നമ്മളെ വിളിച്ചു. നമ്മൾ ഇന്നലെ ഒരു ടീം ഉണ്ടാക്കില്ലേ, ആ ടീം വെച്ച് നമ്മളൊരു സ്കിറ്റ് ഉണ്ടാക്കണം. അതായത് സാർ തരുന്ന ഒരു ടോപ്പിക് വെച്ച്. അങ്ങനെ നമ്മുടെ സ്കിറ്റ് ഒക്കെ സെറ്റാക്കി നമ്മൾ നേരെ നമ്മുടെ ക്യാമ്പ് ഫയറിന് അങ്ങോട്ടേക്ക് വിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ ക്യാമ്പ് ഫയറിന്റെ ചുറ്റും വന്നിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇച്ചിരി നേരം ക്യാമ്പ് ഫയറിന്റെ ചുറ്റും ചെയ്ത് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സാർ നേരത്തെ പറഞ്ഞില്ല ഒരു സ്കിറ്റ് ചെയ്യാൻ. ആ പരിപാടി എല്ലാവരും തുടങ്ങി. അങ്ങനെ ചിരിക്കാനായിട്ട് കുറെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു സംഭവമൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചൈത്രയും രശ്മിയുടെയും വക ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഒരു കുസൃതി ചോദ്യം ചോദിക്കും, അത് ആൻസർ പറഞ്ഞില്ലേ ഒരു ചാലഞ്ച് എടുക്കണം. സത്യം പറഞ്ഞ ഒരു വെറൈറ്റി ഒരു ഗെയിം തന്നെയായിരുന്നു. ഒന്നും പറയണ്ട. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ വെള്ളം ഒഴിച്ച് കിടത്തി. പിന്നെ എല്ലാവർക്കും ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നാളെ ട്രെക്കിങ്ങിന് പോകണം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നേരത്തെ കിടന്നുറങ്ങി. അങ്ങനെ നമ്മൾ 3-ാമത്തെ ദിവസം ഇച്ചിരി ലേറ്റ് ആണ് എണീറ്റത്. അതായത് ഇന്നലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നേരം ഇച്ചിരി ലേറ്റ് ആയി. ചിലവരൊക്കെ രാവിലെ തന്നെ പാക്കിംഗ് തുടങ്ങി. കാരണം നമ്മൾ ഉച്ചയാകുമ്പോൾ ഇവിടുന്ന് വിടും. ഇപ്പൊ എന്നാലും പോകുന്നതിന് പിന്നെ നമുക്ക് വേറൊരു ട്രെക്കിംഗ് കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും രാവിലെ എണീറ്റ് സാറ് വിളിച്ച സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ സാറ് നമുക്ക് ട്രെക്കിങ്ങിന് പോകുന്ന ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നിട്ട് നമ്മൾ ഉടനെ തന്നെ അവിടുന്ന് ട്രെക്കിങ്ങിന് ഇറങ്ങി. ഇന്ന് ഇച്ചിരി ഡേഞ്ചറസ് ട്രെക്കിംഗ് ഒക്കെ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കാടിലോട്ട് കുറെ നടന്നപ്പോഴത്തേക്ക് നമ്മൾ പുലിയുടെ കാൽപ്പാടൊക്കെ കണ്ടു. അപ്പൊ എന്തായാലും നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നതിന്
2 ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒക്കെ ഫ്രണ്ടിലായിട്ട് പോയിട്ടുണ്ട്, അതായത് ചെക്കിങ്ങിന് വേണ്ടി. അതുകൊണ്ട് പേടിക്കാനായിട്ട് വലിയായിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പെതുക്കെ നടന്ന് തെന്മല ഡാമിന്റെ റിസർവയറിന്റെ കാച്ച്മെന്റ് ഏരിയ വന്നു. എന്റെ പൊന്ന് ഗൈസ്, ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ എന്റെ മോനെ, അടിപൊളിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യൂ ആണ്. നിങ്ങൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അവിടെ ചെന്നത്തേക്ക് എല്ലാവരും പല മൂലക്കായിട്ട് പോയി, കാരണം അവിടെ കുറെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ അപ്പുറത്ത് പോയി, കുറച്ച് ആൾക്കാർ ബാക്കിൽ, അങ്ങനെ പല സൈഡിലായിട്ടാണ് ആൾക്കാർ പോയേക്കുന്നത്. ഇവിടുന്ന് ഒഴുകുന്ന വെള്ളം ഉണ്ടല്ലോ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മളെല്ലാവരും ഇച്ചിരി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് ചാടി മറിഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. എന്റെ പൊന്നെ, പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ റിയൽ ട്രക്കിംഗ് സ്റ്റാർട്ട് ആയത്. അത് പറഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കാൻ പോയാൽ അതിൽ ഞാൻ അവിടുന്ന് മറിച്ചിടിച്ച് താഴെ വീഴും. നിങ്ങൾക്ക് അവരവിടുന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഡേഞ്ചർ ആണ്. ഒന്ന് തെന്നിയാ നേരെ താഴെ വെള്ളത്തിലോട്ട്. പിന്നെ നമ്മളോട് സാറുമാരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫ്രണ്ടിലോട്ട് നടന്നു പോയപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു വെറൈറ്റി ഐറ്റം കാട്ടിന്ന് കിട്ടിയത്. അങ്ങനെ നമ്മളെല്ലാവരും ആ കാടിന്റെ സൈഡ് നോക്കിയപ്പോഴത്തേക്കാണ് നമുക്ക് എല്ലാവർക്കും ഒരു മയിൽപ്പീലി വെച്ച് കിട്ടിയത്. അവിടെ ഒരു മയിൽപ്പീലി മാത്രമല്ല, 2-3 മയിൽപ്പീലി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ 2-3 മയിൽപ്പീലൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ക്യാമ്പിലേക്ക് നടന്നു. നമ്മൾ നേരെ വന്ന വഴി കൂടെ അല്ല, നമ്മൾ നേരെ തിരിച്ച് കറങ്ങിയാണ് ക്യാമ്പിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി നടന്നു കഴിഞ്ഞ് നേരെ ക്യാമ്പിലേക്ക് വന്ന് അത് കഴിഞ്ഞ് പിന്നെ വാട്ടർ സയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പ് നടക്കത്തില്ലെന്ന് പറഞ്ഞ ക്യാമ്പായിരുന്നു. പിന്നെ ഇതിന്റെ പുറകെ ഫെബിനെ ഏബിലും ഒക്കെ കുറെ ഓടിയിട്ടാണ് ഈ ക്യാമ്പ് നടക്കാൻ തന്നെ കാര്യമായത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ അവരോട് എല്ലാവരും ബായ് പറഞ്ഞിട്ടാണ് വന്നത്, കാരണം ഇത്രയും നാൾ നമ്മൾ അവരോട് അവിടെ നിന്നതല്ലേ. നമ്മളെല്ലാവരും അവിടെ നിന്ന് നേരെ ബാഗും പാക്ക് ചെയ്ത് നേരെ ബസ്സിലേക്ക് കയറി. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടുത്തെ 3 ദിവസത്തെ അടിപൊളി ഓർമ്മകളായിട്ട് അവിടുന്ന് ഇവിടെ പറഞ്ഞിറങ്ങി. നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൂടെ പോകുന്നുണ്ട്, അതായത് തെന്മലയിലുള്ള ഒരു മ്യൂസിയത്തിലേക്ക്. അങ്ങനെ നമ്മൾ ഇച്ചിരി നേരത്തെ യാത്ര കഴിഞ്ഞ് അവിടെയുള്ള മ്യൂസിയത്തിലെത്തി. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് മ്യൂസിയം ആണ്. ഇവിടെ കുറെ സാധനങ്ങൾ കാണാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവരും നേരെ വന്നപ്പോൾ കണ്ടത് അവിടെയുള്ള ചെറിയൊരു പാർക്കാണ്. പിന്നെ നമ്മളത് കണ്ട ചുമ്മാ ഇരിക്കുമോ, നമ്മൾ അതിന്റെ മണ്ടേക്ക് കയറി കളിക്കാൻ തുടങ്ങി. അത് പറഞ്ഞാൽ അടിപൊളി രസമായിരുന്നു. പണ്ട് കൊച്ചിലെങ്ങാണ്ട് ഈ റൈഡിലൊക്കെ കയറുകയാണ്, പിന്നെ ഇപ്പോഴാണ് കാണുന്നതൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് നമ്മളെ നേരെ ഡയറക്റ്റ് മ്യൂസിയത്തിൽ കയറാൻ വേണ്ടി വിളിച്ചു. എന്നോട് കാണാനായിട്ട് കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ഇത് കണ്ടു. അങ്ങനെ നമ്മൾ മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് നേരെ തിരിച്ച് ഇനി നമ്മളെല്ലാവരും നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇതിൽ ലേറ്റ് ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഹോട്ടലിലേക്ക് ഒരു മന്തി കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിൽ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പതുക്കെ ഹോസ്റ്റലിലേക്ക് നടന്നു കയറി. എന്റെ പൊന്നോ, അങ്ങനെ നമ്മുടെ നേച്ചർ ക്ലബ് ട്രിപ്പിന്റെ വ്ളോഗ് സീരീസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.